നാട് നീളെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കാമേ. പിന്നെ അവന്റെ കാര്യമായതുകൊണ്ട് പറയാനും പറ്റില്ല. ആ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊരു പോക്കുള്ളതാണല്ലോ. അത് ശരിയാമേ. എത്രയോ ദിവസം വരുൺ പോയിട്ട് നമ്മൾ കാത്തിരുന്നിട്ടുണ്ട്. 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടില്ലേ? അതും പറഞ്ഞ് ആശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. മുത്തശ്ശി പറയുന്നത് കാര്യമല്ലേ? പറഞ്ഞു വരുമ്പോ എന്താ, കണിമംഗലം വലിയ തറവാടാ. IPS കാരെയും അതിന്റെ മുകളിലുള്ളവരെയും ആരെ വേണമെങ്കിലും വിളിക്കാം. 12 പഠിക്കും നിർത്താം. ഒരു കാര്യം ചെയ്യേ, ചെറിയച്ഛൻ DIGയെ വിളിക്കും. എന്നിട്ട് ലോക്കൽ പോലീസിന്റെ അന്വേഷണം നിർത്തി സീരിയസ് ആയിട്ട് വരുണിനെ അന്വേഷിക്കാൻ പറ. നമ്മുടെ ടെൻഷൻ മാത്രമല്ല, അച്ഛനും അവനെ കാണണമെന്ന് മോഹമില്ലേ? ചെല്ലി ചന്ദ്രശേഖര, സമയം കഴിയും തോറും തലയ്ക്ക് കനം കൂടി വരിക. ആ, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ഹലോ അച്ഛാ. എവിടെയാടാ നീ? ഞാനിവിടെ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. ഇന്നലെ രാത്രി കഴിഞ്ഞ് നേരം വെളുത്തിട്ടും കുറേ നേരമായി. നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? ഒബ്സർവേഷൻ റൂമിൽ കയറുന്നതിൽ തടസ്സമൊന്നുമില്ല. പക്ഷേ വല്യമ്മ മുന്നിൽ തന്നെ ഇരിക്കല്ലേ. അവരൊന്നും കണ്ണടയ്ക്കുന്ന പോലുമില്ല നാശം പിടിക്കാനായിട്ട്. കാര്യങ്ങൾ കുറച്ചുകൂടി പ്രശ്നമാവുകയാണ്. ഇപ്പോഴെങ്കിലും നിനക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതൊരിക്കലും നടക്കില്ല. ശരി. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡോക്ടർമാരുടെ വേഷത്തിലോ അറ്റൻഡർമാരുടെ വേഷത്തിലോ ചെന്ന് കയറാൻ നോക്ക്. അച്ഛൻ ഫോൺ വെച്ചോ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാൻ നോക്കാം, എല്ലാം തീർത്തിട്ട്.
സിസ്റ്റർ ഓടി വാ. ഡോക്ടർ അമ്മേ, പുറത്തെ കയറിൽ ഇറങ്ങി നമുക്ക് കണ്ടോ? ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ മോളെ? ഞാൻ അകത്തേക്ക് വരുമ്പോ ഒരാൾ അച്ഛനെ കൊല്ലാൻ ശ്രമിക്കായിരുന്നു. എന്താ മോളെ പറയുന്നേ? അച്ഛന്റെ മുഖത്ത് തലയണ വെച്ച് അമർത്തി. ഞാൻ വന്ന് ചോദിച്ചപ്പോ എന്നെ തള്ളിയിട്ടിട്ട് അയാള് പോയത്. മോളെ, സിസ്റ്റർമാരെ ആരെങ്കിലും ഒന്ന് വിളിക്ക. എന്താ ഈ കുട്ടി പറയുന്നു ഏട്ടനെ കൊല്ലാൻ ആരോ ശ്രമിച്ചു എന്ന്. ഇതിനകത്തോ? ഇതിനകത്തേക്ക് ആര് വരാനാ? കുട്ടിക്ക് തോന്നിയതാവും. അല്ല സിസ്റ്ററെ, ഞാൻ കണ്ടതാ. അയാള് തലയണ വെച്ച് മുഖത്ത് അമർത്തി കൊല്ലാൻ ശ്രമിക്കായിരുന്നു. എന്നെ തള്ളിയിട്ടിട്ടാ പോയത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്ക് സിസ്റ്ററെ. ഡോക്ടറെ ഒന്ന് വിളിക്ക. ആ, ഞാനൊന്ന് നോക്കട്ടെ. വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഡോക്ടറെ ഞാനിപ്പോ വിളിപ്പിക്കാം. പിന്നെ ഈ കുട്ടി പറഞ്ഞ കാര്യം ഞാൻ CCTV ചെക്ക് ചെയ്യാനൊന്ന് അവരോട് പറയാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട നടപടികൾ എടുക്കാം. തൽക്കാലം നിങ്ങളൊന്ന് പുറത്തേക്ക് നിന്നോളൂ. കുഴപ്പമൊന്നുമില്ലല്ലോ സിസ്റ്ററെ? ധൈര്യമായിട്ട് പൊക്കോളൂ. അമ്മേ, വാ. കുഴപ്പമില്ല, വാ. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ മോളെ? അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ച ആളെ ഞാൻ കണ്ടിരുന്നു. ഞാൻ അറിയുന്ന ആളാ. ആരാ? നിങ്ങളുടെ വീട്ടിലുള്ള ഗൗതം. അകത്തേക്ക് ആരോ കയറുന്ന കണ്ട് ഞാൻ നോക്കിയപ്പോ അയാളുടെ മുഖം ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. പക്ഷെ അപ്പോഴേക്കും അയാൾ മാസ്ക് ഇട്ടു. മോൾ എന്തൊക്കെ ഈ പറയുന്നേ? ഏട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതും ഇന്നലെ കൂട്ടിരുന്നതും ഒക്കെ ഗൗതമ. മോൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയതാവും. ഇല്ലമ്മേ, എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. ഇത് അയാള് തന്നെയാ. എന്ത് വന്നാലും അച്ഛന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. അതുപോലെ സിസ്റ്റർ പറഞ്ഞില്ലേ വേണമെങ്കിലൊന്ന് അന്വേഷിക്കാമെന്ന്. അത് അന്വേഷിക്കണം. അപ്പൊ ഉറപ്പായിട്ടും അമ്മയ്ക്കിത് ബോധ്യപ്പെടും. ബിജു, വരുണിനെ കണ്ടോ? അവൻ എവിടെയുള്ളത്? എന്താ ഇങ്ങോട്ട് വരാത്തെ? അമ്മേ, ഞാൻ അമ്മയെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് പറയാതിരുന്നതാണ്. വരുൺ എന്താ? അയ്യോ അമ്മേ, ചന്ദ്രശേഖരൻ സാറ് DIGയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരന്വേഷണം നടത്തുന്നുമുണ്ട്. ഈശ്വര, ഇത്ര വലിയൊരവസ്ഥയിൽ കിടന്നിട്ടും വീണ്ടും വീണ്ടും സങ്കടങ്ങൾ കേൾക്കാനാണല്ലോ വിധി. അമ്മ വിഷമിക്കല്ലേ? ഒരു ചെരുപ്പും മൊബൈലും കിട്ടിയതുകൊണ്ട് മാത്രം വരുൺ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവണമെന്നില്ലല്ലോ.
ഒരു കുഴപ്പമുണ്ടാവില്ല അമ്മേ. ഭഗവാൻ രക്ഷിക്കും. അച്ഛൻ കണ്ണു തുറന്ന ആദ്യം ചോദിക്കുന്നത് അവനെയായിരിക്കും മോളെ. ഞാൻ എന്താ ഏട്ടനോട് പറയാ? അവനെ കാണാനില്ലെന്നോ? അമ്മേ, അതെ, പരമേശ്വരൻ കണ്ണു തുറന്നു. നിങ്ങളെ കാണണം എന്ന് പറഞ്ഞു. വരൂ. ഇത്രയും നേരം ഈ ഏട്ടനൊന്ന് കണ്ണു തുറന്നിരുന്നെങ്കിലെന്നാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന. പക്ഷെ എനിക്ക് പറ്റില്ല ഏട്ടന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല മോളെ. അമ്മ പറ്റണം. കുറച്ചു മുൻപ് അമ്മ ദൈവ സങ്കടങ്ങൾ തരുന്നതിനെ പറ്റി പറഞ്ഞില്ലേ? ഇത് അതിനൊരു പരിഹാരമല്ലേ? കുറച്ച് കഴിയുമ്പോ വരുണിനെ കുറിച്ച് നല്ല വാർത്ത വരും. അമ്മ ചെന്നൊന്ന് കാണ്. വാ അമ്മേ. ഡോക്ടർ രവീന്ദ്രന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഞാൻ ഇതുവരെ എല്ലാം ചെയ്തത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഡോക്ടർ എല്ലാം പറഞ്ഞു. രവീന്ദ്രൻ എന്ന് വരും? 2 ദിവസത്തിനുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞത്. എനിവേ, യു ഡോണ്ട് വറി. എല്ലാ കെയറും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. എന്താടോ ഇത്? ആപത്തിൽ കിടന്ന ഒരാൾ കണ്ണു തുറക്കുമ്പോ കരയാണോ? പേടിക്കണ്ട കേട്ടോ, കുറച്ച് സമയത്തിനുള്ളിൽ പഴയ കണ്ടീഷനിലാവും. ഓക്കെ? മോള് മുത്തശ്ശിയെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴാ അമ്മയെ കണ്ടതും കാര്യങ്ങളൊക്കെ അറിഞ്ഞതും. പത്മിനി, എന്തായാലും പോകാനുള്ള സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. ഒന്നും മിണ്ടാതിരിക്കോ? ആവശ്യമില്ലാത്ത പറയാതെ. കേട്ടോ മോളെ, ഇവർക്കൊക്കെ എന്താ വേണ്ടെന്നറിയാമോ? ഒരു ചെറിയ അസുഖം വന്നാൽ നമ്മളതേപ്പറ്റി പെരുപ്പിച്ച് പറയണം. എന്നെ കൊണ്ടത് പറ്റുകയില്ല. പത്മിനി, വരുണിനെ ഒന്ന് വിളിച്ചേ. എനിക്ക് അവനെ ഒന്ന് കാണണം. അതെ, അവൻ വരുൺ ഇവിടെ ഇല്ല. വീട്ടിൽ പോയതാണെങ്കിൽ വിളിച്ചു വരാൻ പറയേ. അത്യാവശ്യമായിട്ട് അവനെ കാണണം. പറയാം. ഇന്നലെ രാത്രി മുഴുവൻ കാവൽ നിന്നപ്പോ അവൻ വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവുമല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, മുമ്പൊരിക്കൽ അവൻ കുഞ്ഞായിരുന്നപ്പോ എനിക്കൊരസുഖമായി വീണു പോയപ്പോ 2-3 ദിവസം ഒരേ ഇരിപ്പങ്ങനെ ഇരുന്ന് കളഞ്ഞു അവൻ. പിന്നെ എന്ത് പാടുപെട്ടു എന്നറിയാമോ അവനെ പഴയ കണ്ടീഷനിൽ കൊണ്ടുവരാൻ? അവനോടൊന്ന് സംസാരിച്ചാലേ എൻ്റെ നെഞ്ചിലെ കെട്ടൊന്നഴിയൂ. ഇനി കൂടുതൽ സംസാരിപ്പിക്കണ്ട കേട്ടോ. തൽക്കാലം ഇത്ര മതി. ബാക്കി കുറച്ച് കഴിഞ്ഞിട്ടാവാം. ഞാനിപ്പോൾ നിങ്ങളുടെ തടവറയിലാണ്. ഡോക്ടർ പറയുന്നത് അനുസരിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. പക്ഷേ എൻ്റെ മോൻ വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വിട്ടേക്കണം. ആ ഒരു റിക്വസ്റ്റേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ പുറത്തേക്ക് നിന്നോളൂ. വാ. അമ്മ വാ.
എക്സ്ക്യൂസ് മീ, ഈ മകൻ എന്താ വരാത്തെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കണ്ണ് തുറന്ന ആദ്യത്തെ നിമിഷം തന്നെ അദ്ദേഹം വരുണിന്റെ പേരാ പറഞ്ഞു. അയാൾ വരുന്നത് നന്നായിരിക്കും. എത്രയും പെട്ടെന്ന് ആരോഗ്യനില വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് അതൊരു സഹായമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മ, ഞാൻ എന്താ ചെയ്യ മോളെ? എനിക്കറിയാം വരുണിനെ കണ്ട അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായിട്ടും മാറും. പക്ഷെ അമ്മ, അച്ഛന്റെ അടുത്ത് അവൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷനും വരില്ലായിരുന്നു. അമ്മ, ഞാൻ ഉറപ്പ് പറയാം, വരുണൊന്നും സംഭവിക്കില്ല. ഞാൻ വിശ്വസിക്കുന്ന കൃഷ്ണന്റെ സഹായം കൊണ്ട് വരുൺ എവിടെയായാലും കണ്ടെത്തി അമ്മയുടെ അടുത്ത് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റും. മോളെ, അതെ അമ്മ. ഇത്രയും നല്ല മനസ്സുള്ള അച്ഛനെയും അമ്മയും ദൈവം കഷ്ടപ്പെടുത്തില്ല. വിശ്വസിക്കാം. നീര് പഠിച്ചിട്ട് എവിടെ പോയി കിടക്കുക? അമ്മേ, അമ്മേ, എന്തു പറ്റി അമ്മയ്ക്ക്? നിങ്ങൾ എല്ലാരും കൂടി എവിടെ പോയിരിക്കായിരുന്നു? അമ്മ പടിയിൽ തട്ടിയൊന്ന് വീണു, തലയിടിച്ചു. ഞാൻ ദേവേട്ടനെ കുറെ വിളിച്ചു, കിട്ടിയില്ല. ആശുപത്രി പോയിട്ട് വരുന്ന വഴിയാ. അമ്മേ, കുഴപ്പമെന്തെങ്കിലും? ഇപ്പൊ വേദന ഉണ്ടോ? വേദനിപ്പിക്കാനുള്ളവര് കൂടെ തന്നെ ഉണ്ടല്ലോ. അല്ല, മോളെപ്പോഴാ എത്തിയേ? താൻ വാതിൽ ഓർക്കുക. ദേവ, എന്താ കാര്യം? ഇവളെന്തിനാ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ? മിണ്ടാനാവില്ല അവൾക്ക്. മാത്രമല്ല, ഇനി നമുക്ക് ആർക്കും മിണ്ടാനാവില്ല. അമ്മ അകത്തി വന്നേ. എന്താ എന്താ മോളെ? വാങ്ങിട്ട് ആർക്കാ എന്താ സംശയം എന്ന് വെച്ചാ നേരിട്ട് ഇവളോട് തന്നെ ചോദിക്കാം. അത്രയും വലിയൊരു തറവാട്ടിലേക്ക് കെട്ടിച്ചയക്കുമ്പോൾ ഇവളെക്കുറിച്ച് നമുക്കൊരു പേടി ഉണ്ടായിരുന്നില്ലേ യശോദേ? അതെല്ലാം ഫലിച്ചിരിക്കുന്നു. എന്നെ അവരങ്ങോട്ട് വിളിപ്പിച്ചതാ ഇവിടെ എന്റെ കൂടെ ഇറക്കിവിടാൻ. ഇറക്കി വിടുകയെ? എന്ത് കാരണത്തിന്? എന്താ ദേവേട്ട, എന്താ ഉണ്ടായേ? പറഞ്ഞാൽ അറയ്ക്കും.
പാതിരാത്രിക്ക് കണിമംഗലത്ത് നിന്ന് ഇറങ്ങിപ്പോരാൻ തീരുമാനിച്ചു നമ്മുടെ മോള്. വെറുതെ അങ്ങ് പോരാൻ തീരുമാനിച്ചതല്ല. കണിമംഗലത്തുകാർ കൊടുത്ത പൊന്നും ആഭരണങ്ങളൊക്കെ ബാഗിലാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പെരും കള്ളിയെന്ന അവരുടെയൊക്കെ വിശേഷണം.